വാർത്തകൾ ശ്രദ്ധിക്കുക. ടോൾ കുടിശ്ശികയോടെ ഇനി വാഹനം വിൽക്കാനാവില്ല. കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ടോൾ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കുടിശ്ശികയുള്ള വാഹനങ്ങൾ ഇനി വിൽക്കാനോ ഉടമസ്ഥാവകാശം മാറ്റാനോ വാണിജ്യ വാഹനങ്ങളുടെ പെർമിറ്റ് പുതുക്കാനോ സാധിക്കില്ലെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1989 മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ഈ തീരുമാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ടോൾ ശേഖരണ സംവിധാനം ഈ വർഷാവസാനം നടപ്പിലാക്കാനിരിക്കെ അതിന് മുന്നോടിയായാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. പുതിയ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സിസ്റ്റം നടപ്പിലായാൽ ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പോലും തത്സമയം ടോൾ ഈടാക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം ടോൾ വെട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. നാഷണൽ പെർമിറ്റ് ലഭിക്കണമെങ്കിൽ വാണിജ്യ വാഹനങ്ങൾ ഇനി മുതൽ ടോൾ കുടിശ്ശിക ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഭേദഗതിയുടെ ഭാഗമായി വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറ്റത്തിനായി ഉപയോഗിക്കുന്ന ഫോം 28 മാറ്റം വരുത്തിയിട്ടുണ്ട്. വാഹനത്തിന് നികുതി കുടിശ്ശികയോ ട്രാഫിക് ചലാനുകളോ മറ്റ് നിയമപ്രശ്നങ്ങളോ ഇല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന NOC നൽകുമ്പോൾ ഇനി ടോൾ കുടിശ്ശികയും ഉൾപ്പെടുത്തേണ്ടി വരും. പുതിയ വിജ്ഞാപന പ്രകാരം ഈ നടപടികൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.